ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 18-ാം അധ്യായം കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള, കർത്താവ് വിധിക്കപ്പെടുന്നതിനും ഗത്സമൻ തോട്ടത്തിൽ വെച്ച് കർത്താവിനെ പടയാളികൾ പിടിച്ചുകൊണ്ടു പോകുന്നതുമായ രംഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൻ്റെ മുറ്റത്തിരിക്കുകയും അവിടെ വെച്ച് പരിചാരികമാരിൽ ഒരാളുമായുള്ള സംഭാഷണ മധ്യേ കർത്താവിനെ അറിയില്ല എന്ന് തള്ളിപ്പറയുകയും ചെയ്യുന്ന വചനഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ പഠനത്തിലേക്ക് നമുക്ക് ഈ എപ്പിസോഡിൽ പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം ഞാൻ സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തിലേക്കുള്ള അവൻ്റെ വിധി തീർപ്പിനെക്കുറിച്ചുമുള്ള വചനഭാഗങ്ങളാണ് പരാമർശിക്കപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായി ബൈബിൾ അവതരിപ്പിക്കുന്ന ശിമയോൻ എന്ന് കർത്താവ് വിളിച്ച പത്രോസ് കർത്താവിനെ അറിയില്ല എന്ന് കൊട്ടാരമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിചാരകയുടെ മുമ്പിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് അവനെ അറിയില്ല എന്ന് പറയുന്ന വചനഭാഗം. അതിൽ 16-ാമത്തെ വാക്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 16-ാമത്തെ വാക്യം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ആ വാക്യം എഴുതിയിട്ടിട്ടുണ്ട്. യോഹന്നാൻ 18-ാം അധ്യായം 16-ാം തിരുവചനം. പത്രോസ് ആകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതൻ്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ഇതാണ് 16-ാമത്തെ വാക്യം. പത്രോസും യോഹന്നാനും കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഭാഗമായി പ്രധാന പുരോഹിതൻ്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ അഥവാ വത്സല ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ, ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കൊണ്ട് ഇളയവൻ എന്ന് കരുതപ്പെടുന്ന യോഹന്നാൻ്റെ ശുപാർശയിന്മേലാണ് ശിമയോൻ പത്രോസിനെ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കാൻ വാതിൽ കാവൽക്കാരി സമ്മതിക്കുന്നത്. അങ്ങനെ അകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്ന ശിമയോൻ പത്രോസുമായുള്ള സംസാരത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ശ്ലീഹന്മാരെന്ന നിലയിൽ ശ്ലൈഹിക ഗണത്തിലുണ്ടായിരുന്ന പരസ്പര പ്രതിബദ്ധതയും കൂട്ടായ്മയും ഇവിടെ പ്രകടമാകുന്നുണ്ട് എന്ന് യോഹന്നാൻ വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് ശുപാർശ ചെയ്ത് ശിമയോൻ പത്രോസിനെയും കൂടെ അകത്തേക്ക് കയറ്റുന്ന ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പത്രോസ് ആകട്ടെ ഒറ്റപ്പെട്ട സ്ഥിതിവിശേഷം മനസ്സിലാക്കിയ യോഹന്നാൻ വാതിൽ കാവൽക്കാരിയുമായി സംസാരിച്ച് പത്രോസിനെയും തന്നോടൊപ്പം കൊട്ടാരമുറ്റത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇവിടെ ശ്ലീഹന്മാർ ഒരിക്കലും ഒറ്റപ്പെട്ട് സ്വന്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയോ ശ്ലൈഹിക ഗണത്തോട് പ്രതിബദ്ധതയില്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് 16-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ തന്നെ പിന്നീട് തൻ്റെ മിശിഹ അനുഭവത്തെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ എന്ന് പറഞ്ഞു തുടങ്ങുന്ന യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗങ്ങളിൽ നിന്നും ബഹുവചനത്തിലൂടെയുള്ള അവൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പരസ്പരമുള്ള ശിഷ്യഗണത്തിൻ്റെ പ്രതിബദ്ധതയും സഹകരണവും സ്നേഹമനോഭാവവും
പരസ്പരമുള്ള ബന്ധവുമാണ്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, സമൂഹ ജീവികളായ ഏതൊരു മനുഷ്യനും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നല്ല. അങ്ങനെയൊരു മുദ്രാവാക്യമുണ്ടല്ലോ. മനുഷ്യർ സ്വാർത്ഥപരമായി സ്വയമായി തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കഴിയുമ്പോൾ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാൻ സാധിക്കാത്ത വിധം സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവരായി ജീവിക്കുന്നവരായി മാറാറുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ. അത് വലിയ അപകടം ചെയ്യും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധതയുള്ളവരാകണം. കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹത്തിൽ വളരുന്നവരാകുമ്പോഴാണ് സഹോദരങ്ങളെ, ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന വളരെ പ്രാചീനമായ നിർവചനത്തിന് നമ്മൾ തന്നെയും ഊടും പാവും നൽകുന്നവരായി മാറുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്നുമുള്ള ഒരു അർത്ഥം ഇവിടെ ശിഷ്യഗണത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനഭാഗത്തിൻ്റെ വിചിന്തനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാന പുരോഹിതനായ അന്നാസിൻ്റെയും ഒപ്പം കയ്യപ്പായുടെയും മുൻപിൽ കർത്താവിനെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അവനെ വിചാരണ നടത്തുന്ന വചനഭാഗമാണല്ലോ നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശിമയോൻ പത്രോസിനെയും കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിപ്പിക്കാൻ യോഹന്നാൻ എന്ന മറ്റേ ശിഷ്യൻ ശുപാർശ ചെയ്യുന്നതും അവർ രണ്ടുപേരും ഒരുമിച്ച് കൊട്ടാരമുറ്റത്തിരിക്കുന്നതും ആയ രംഗങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. ഈശോ അന്നാസിൻ്റെ നീതിരഹിതമായ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. കർത്താവിനെ വിചാരണ ചെയ്യാൻ വേണ്ടി അന്നാസിൻ്റെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തുമ്പോൾ നീതിവിരുദ്ധമായ സാഹചര്യങ്ങളും നിലപാടുകളും ഉണ്ടാകുമ്പോൾ അവയ്ക്കെതിരെ സ്വരമുയർത്താൻ വിശ്വാസികൾക്ക് കടമയുണ്ട് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ അനുസരിക്കുന്നവരാണെന്നു കരുതി കണ്ണുമടച്ചുള്ള അടിമത്തത്തേക്ക് നയിക്കുന്ന ഒരു അനുസരണമല്ല, മറിച്ച് നീതിക്കു വേണ്ടി ശബ്ദമുയർത്താനും പോരാടാനും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ അനുസരണം ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയായിത്തീരുന്നത് എന്ന് ഈ വചനഭാഗങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിശബ്ദതയോ നിസ്സംഗതയോ പാലിക്കുന്നത് ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്ന് ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ക്രൈസ്തവ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യൻ മൊറാലിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒരു മൊറാലിറ്റി ഉണ്ടായിരിക്കണം. ബേസിക് ഹ്യൂമൻ മൊറാലിറ്റി എന്ന് നമ്മൾ പറയും. അതിനേക്കാളും ഉപരിയാണ് ഒരു ക്രിസ്ത്യാനിയാകുന്നതോടുകൂടെ ഞാനും നിങ്ങളും സംരക്ഷിക്കേണ്ട മൊറാലിറ്റി എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത്. അതിൽ നീതിരഹിതമായി കാണുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും നീതിക്ക് വേണ്ടി പടപൊരുതാനും അണിചേരാനുമുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ക്ഷണം ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ അന്നാസിനെ ചോദ്യം ചെയ്യുന്നത്. നീതിരഹിതമാണ് നിന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാനും ശബ്ദമുയർത്താനും ഇടവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനീതിക്കെതിരായി സ്വരമുയർത്തുമ്പോൾ സഹനങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരും. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കോംപ്രമൈസുകൾക്കും തയ്യാറാകുന്നു എന്നുള്ളത് ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തായി മാറിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ വലിയ ആൾതാമസമില്ലാത്ത ഇടങ്ങളിലോ ഒക്കെ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ ചേർന്ന് അവിടെ മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും അതുപോലെ സമൂഹത്തിന് ചേരാതെ പ്രകൃതി വിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ
അതിനെ കൃത്യതയോടുകൂടെ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും അവരെയൊക്കെ നീതിപാലകരുടെ മുൻപിലേക്ക് കൊണ്ടുവരാനുമുള്ള ഉത്തരവാദിത്വം സമൂഹ ജീവി എന്ന നിലയിൽ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാവോ? നമ്മൾ ചിലവയ്ക്ക് നേരെ കണ്ണടയ്ക്കും. പൊക്കോട്ടെ എന്ന് കരുതി ചില നീതിരഹിതമായ അനീതിയുടെ പ്രവൃത്തികൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ നീതി ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ നിയമപാലകർക്ക് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒത്തിരിയേറെ പരിമിതികളുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ അവയോട് സഹകരിക്കുമ്പോഴാണ് സമൂഹത്തിൽ സന്തോഷകരമായ സാമൂഹിക ജീവിതം, സമാധാനപൂർവകമായ സാമൂഹിക ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് സാധിക്കും വിധം സമൂഹത്തിൻ്റെ നന്മയ്ക്കും നീതി ഉറപ്പാക്കുന്നതിനും സമാധാനപൂർവകമായ അന്തരീക്ഷത്തിനും വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കാര്യം മാത്രം നോക്കി, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കി, തന്നിലേക്ക് തന്നെയോ തൻ്റെ കുടുംബത്തിലേക്ക് മാത്രമോ ഒതുങ്ങിക്കഴിയാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല കേട്ടോ. അത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത ചോദ്യം ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് എപ്പോഴും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് സമൂഹത്തിൽ മറ്റുള്ളവർക്കാർക്കും ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതും സാമൂഹിക വിപത്തുകൾക്കെതിരെ പോരാടാനും അണിചേരാനും വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് സാഹചര്യവശാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയും ഈശോ നമുക്ക് മാതൃകയാണ് എന്നാണ് എൻ്റെ വാദം. അതല്ലെങ്കിൽ കർത്താവിനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് അവന് വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി നിർത്തുമ്പോൾ അവനെതിരായി സംസാരിക്കുന്ന അന്നാസിനോട് പോലും ചോദ്യം ചെയ്യാൻ കർത്താവ് തയ്യാറായി എന്നുള്ളത് ഒരു മോറൽ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. മറ്റുള്ളവരെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രിറ്റി ഉള്ളവരാകണം, ക്രെഡിബിലിറ്റി ഉള്ളവരാകണം. നമ്മൾ എപ്പോഴൊക്കെയാണോ സത്യസന്ധമായി ജീവിക്കാൻ പരിശ്രമിക്കുന്നത്, അനീതികളോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നത്, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരായി ജീവിക്കുന്നത്, അപ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഈശോ തന്നെ അടിച്ച വ്യക്തിയെ തിരിച്ചടിക്കുകയോ ശാന്തത വെടിഞ്ഞ് പെരുമാറുകയോ ചെയ്യുന്നതായി വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ കർത്താവ് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. തന്നെ അടിച്ചവന് നേരെ അവൻ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത എന്തെങ്കിലും മോശം പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നിങ്ങൾ എന്നെ അടിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്നെ ശകാരിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്നോട് ദേഷ്യപ്പെടുന്നത് എങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴും എന്നെ അടിക്കുന്നുവെങ്കിൽ, എന്നെ ശകാരിക്കുന്നുവെങ്കിൽ, എന്നോട് ദേഷ്യപ്പെടുന്നുവെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ആർജവം സഹോദരങ്ങളെ നമ്മൾ ആരുടെയും കക്ഷത്തിൻ കീഴിൽ കൊണ്ടുപോയി വെക്കേണ്ടതില്ല. സ്വന്തം കാലിൽ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി നിൽക്കുന്നവരാകണം ഞാനും നിങ്ങളൊക്കെ. ഇതൊക്കെ സാധിക്കുന്നത് നമ്മളിൽ നന്മയുള്ളപ്പോഴാണ്, തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്, നീതിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വരമുയർത്താൻ സാധിക്കുമ്പോഴാണ്. അപ്രകാരമുള്ള ഒരു ജീവിതമാണ് ഏതൊരു ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിത മാതൃകയാകേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശാന്തത കൈവിടാതെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുക എന്നുള്ളത്, അനീതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം. പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നവനോട് തിരിച്ച് ദേഷ്യപ്പെടേണ്ടതുമില്ല. നമ്മളെ അടിക്കുന്നവനെ തിരിച്ച് അടിച്ചുകൊണ്ടല്ല നമ്മൾ ആരും നമ്മുടെ ധൈര്യം അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട്. ശാന്തത കൈവിടാതെ ചോദ്യങ്ങൾ ചോദിക്കാനും പ്രതികരിക്കാനും സാധിക്കുക. ഒരു പരിധിവരെ ആധുനിക യുവജനതയെക്കുറിച്ച്, കൗമാരക്കാരെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് പറയുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ കുട്ടികളാണ് എന്നൊക്കെ പറയാറുണ്ട്. 70s കിഡ്സ്, 80s കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ യുവജനങ്ങളായി മധ്യവയസ്കരായൊക്കെ ജീവിക്കുന്നവർ
തങ്ങളുടെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ ആകട്ടെ, എല്ലാ കാലത്തിനും അതതിൻ്റേതായ നന്മകളുണ്ട്, ഗുണങ്ങളുണ്ട്, ദോഷഫലങ്ങളും തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ഒരു പരിധിവരെയും ഈ 90s കിഡ്സ് വരെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് 2000-ന് ശേഷം ജനിച്ച് വളരുന്ന കുട്ടികളിൽ പ്രതികരണശേഷി കുറഞ്ഞു പോകുന്നു, പ്രതികരണം കേവലം സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ള ഒരാരോപണം ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ മാത്രമാകേണ്ടവരല്ല നമ്മൾ. സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള ഒന്നുണ്ട്. അത് ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമോശം വന്നു പോകുന്നുണ്ടോ, കുറഞ്ഞു പോകുന്നുണ്ടോ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നുണ്ട്. അയൽപക്ക ബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും നമുക്കെല്ലാവർക്കും ഇടപെടാൻ, അത് പോസിറ്റീവായും കൺസ്ട്രക്റ്റീവായും ഇടപെടാൻ സാധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്ന ഈശോ ഏതു സാഹചര്യങ്ങളിലും സ്നേഹം കൈവിടാതെയുള്ള നിലപാടുകളാണ് എടുത്തിരുന്നത് എന്നുള്ളതും സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സ്നേഹം നഷ്ടപ്പെടുത്താതെ, ശാന്തത കൈവിടാതെ സമൂഹ ജീവിതത്തിൽ ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മുടെ ഇടവക ദേവാലയങ്ങളോടനുബന്ധിച്ച് കുടുംബ കൂട്ടായ്മകളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. അടുത്തുള്ള 10, 20, 30, 40 കുടുംബങ്ങൾ ചേർന്ന് ഒരു ഇടവക സമൂഹത്തെ പല വാർഡുകളായി, കുടുംബ കൂട്ടായ്മകളായി തിരിച്ച് മാസത്തിലൊന്നെങ്കിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിനും ആത്മീയമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനും ഒപ്പം തന്നെയും എനിക്ക് തോന്നുന്നുണ്ട് ഇടവകയിലെ കുടുംബ കൂട്ടായ്മകൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലയിടങ്ങളിലും വീടുകളിൽ പ്രായമായ മാതാപിതാക്കന്മാർ മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മക്കളൊക്കെ ജോലിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉന്നതമായ പഠനത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വലിയ തോതിൽ കുടിയേറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രായമായ മാതാപിതാക്കന്മാർ മാത്രം ഒറ്റപ്പെട്ട രീതിയിൽ കുടുംബങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കെയർ ചെയ്യാൻ സാധിക്കും വിധം പരസ്പരമുള്ള കൂട്ടായ്മകൾ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും രോഗികളായി കിടപ്പുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാൻ പോവുകയും അവരുമായിരുന്നു വർത്തമാനം പറയുകയും ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായ മാതാപിതാക്കന്മാർക്ക് ഒരു കൈത്താങ്ങാകുകയൊക്കെ ചെയ്യുന്ന രീതികളിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. നമുക്കിതൊന്നും അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല കേട്ടോ. എത്രയോ നല്ല മാതൃകകൾ നമ്മുടെ ഒക്കെ മുമ്പിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് എത്രമാത്രം വലിയ മാതൃക നമ്മൾ മലയാളികൾ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ നല്ലൊരു മാതൃക. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കോവിഡ് മഹാമാരിയുടെ സമയത്തും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും എത്രയോ സംഘടനകളും വ്യക്തികളും ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഇടവക കൂട്ടായ്മകളും കുടുംബ കൂട്ടായ്മകളും ഒക്കെ വളരെ മനോഹരമായും ഫലപ്രദമായും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ പ്രസ്താവ്യമായ കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു വിപത്ത് വരുമ്പോൾ മാത്രമായി പോകേണ്ടുന്ന ഒന്നല്ല കേട്ടോ. ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെ ഉരുളുപൊട്ടി കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ടായ സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഐക്യം, മലയാളികളുടെ കൂട്ടായ്മ പല ആവർത്തി നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ സമീപകാലങ്ങളിലുണ്ടായ ചില മഹാവിപത്തുകൾക്കെതിരെ, മഹാമാരികൾക്കെതിരെ നമ്മൾ സംഘടിച്ചതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിലുള്ള സമൂഹ ജീവിതത്തിലും ഇപ്രകാരമുള്ള കൂട്ടായ പ്രയത്നങ്ങൾ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള സാമൂഹിക വിപത്തുകളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ലേ? പാവപ്പെട്ട കുടുംബങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, പണ്ടത്തേതുപോലുള്ള മഴയൊക്കെ ശക്തമാകുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. എക്സ്ട്രീം ക്ലൈമറ്റ്,
പ്രകൃതി ദുരന്തങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ചോർന്നൊലിക്കുന്ന വീടുകളുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ കാത്തു നിൽക്കാതെ നമ്മളെക്കൊണ്ട് സാധിക്കും വിധം നമ്മുടെ അയൽപക്കങ്ങളിലുള്ള ഇപ്രകാരം ചോർന്നൊലിക്കുന്ന വീടുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സേവനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അവർക്കൊരു നല്ല മനോഹരമായ സ്വസ്ഥതയുള്ള സുരക്ഷിതത്വമുള്ള ചോർന്നൊലിക്കാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യം മതിയാകും, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമ്മുടെ അധ്വാനം മതിയാകും, അല്ലെങ്കിൽ നമ്മൾ ശേഖരിക്കുന്നവയിൽ നിന്നും എന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവാകട്ടെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ഭാഗമാകട്ടെ, ഇതൊക്കെയും സമൂഹ നിർമ്മിതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹ ജീവിതങ്ങൾ അല്പം കൂടെ മെച്ചപ്പെട്ട ഇടങ്ങളായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഈശോ കാണിച്ചു തരുന്ന മാതൃകയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് കൂട്ടിച്ചേർക്കട്ടെ. അതുകൊണ്ട് തന്നെയും സഹനങ്ങളുടെ മധ്യത്തിലും സ്നേഹത്തിൻ്റെയും ശാന്തതയുടെയും നിലപാടിൽ മാറ്റം വരുത്താത്ത കർത്താവ് നമുക്ക് മാതൃകയായി നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നമ്മൾ സഹായം ചെയ്യേണ്ടത് കേവലം നമ്മുടെ കൂടെയുള്ളവർക്കോ നമ്മുടെ തൊട്ട അയൽപ്പക്കങ്ങളിലുള്ളവർക്കോ നമ്മുടെ കൂട്ടക്കാരെന്ന് നമ്മുടെ മതത്തിലും ജാതിയിലും പെട്ടവരെന്നുള്ള അതിർവരമ്പുകളൊന്നും പാടില്ല കേട്ടോ. ആവശ്യത്തിനിരിക്കുന്നവൻ ആരുമായിക്കൊള്ളട്ടെ, അവൻ്റെ മതമേതും വിശ്വാസമേതുമായിക്കൊള്ളട്ടെ, അവൻ ഏത് സാംസ്കാരിക പശ്ചാത്തലമുള്ളവനായിക്കൊള്ളട്ടെ, അവൻ്റെ നിറം എന്തുമായിക്കൊള്ളട്ടെ, അവൻ്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, എല്ലാവർക്കു വേണ്ടിയും മാനവികതയുടെ പേരിൽ പരസ്പരം സഹായം ചെയ്യാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് എന്ന് തിരിച്ചറിയുക. ഇപ്രകാരമുള്ള ഒരു മാനവികതയും സഹവർത്തിത്വവുമാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ശിമയോൻ പത്രോസ് പ്രധാന ആചാര്യൻ്റെ കൊട്ടാരമുറ്റത്ത് വെച്ച് ഈശോയെ ഏറ്റുപറഞ്ഞാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ ഭയന്നിട്ടാണ് ഈശോയെ നിഷേധിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഇതാണ് അതിൻ്റെ മറ്റൊരു പ്രശ്നം. നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപകടകരമായ ചില ഇടപെടലുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഉൾവലിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇന്നലെ TV ചാനലുകളിൽ കണ്ട ഒരു കാഴ്ച പെട്ടെന്ന് കണ്ണുടക്കിയെന്ന് മാത്രമല്ല, മുൻപെപ്പോഴോ വന്ന ഒരു വാർത്തയായിരുന്നു. അത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെയും പ്രചരിക്കുന്നു. ഒരു സ്ത്രീ ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ട്രെയിൻ മുൻപോട്ടെടുക്കുന്ന മൂവ് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ടായിരിക്കണം ആ സ്ത്രീ പെട്ടെന്ന് തന്നെയും ബാലൻസ് തെറ്റി റെയിൽപാളത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിൽ ആ റെയിൽവേ ട്രാക്കിന് വെളിയിലൂടെയുള്ള നടപ്പാതയിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ ഈ സ്ത്രീ വീഴാൻ പോകുന്നത് കണ്ട് ചാടിപ്പിടിക്കുന്നതും ആ സ്ത്രീയെ രക്ഷിക്കുന്നതുമായ ഒരു ദൃശ്യം, ഒരു വീഡിയോ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിലൊക്കെയും ഈ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ആ സ്ത്രീയെ പിടിക്കാൻ പോയാൽ ഒരുപക്ഷെ ഞാനും കൂടെ വീണു പോകുമോ എന്ന് ഭയപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാറി നിൽക്കാം. റോഡിൽ എത്രമാത്രം അപകടങ്ങൾ ഉണ്ടാകുന്നു. റോഡ് അപകടങ്ങൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ സ്വയരക്ഷയെ കരുതി അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തെ കരുതി നമ്മുടെ സമയം എന്ന് പറഞ്ഞ് നമ്മുടെ വസ്ത്രം മുഷിഞ്ഞു പോകുമോ എന്ന് കരുതി, നമുക്ക് പണം നഷ്ടപ്പെടുമോ എന്ന് കരുതി, നമ്മുടെ വണ്ടിയിൽ കയറ്റിയാൽ ചോര നമ്മുടെ വണ്ടിയിൽ ആകില്ലേ എന്നൊക്കെ കരുതി നമ്മൾ ഒതുങ്ങി മാറി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നുവെങ്കിൽ എന്തു മാനവികതയാ ഞാനും നിങ്ങളുമൊക്കെ പറയുന്നേ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കൈ സഹായം ചെയ്യാൻ സാധിക്കും വിധം പ്രിയപ്പെട്ടവരെ നമ്മൾ വളരുമ്പോഴാണ് മാനവികതയുള്ളവരായി സമൂഹജീവികളായി ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളാണ് പലപ്പോഴും തെറ്റുകളിലേക്ക് പാപങ്ങളിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടു പോകുന്നത് എന്ന് തിരിച്ചറിയാനും ഈ അവബോധത്തോടുകൂടെ ജീവിക്കാനും സാധിക്കുമ്പോൾ പ്രലോഭനങ്ങൾ ഉളവാകുന്ന അവസരങ്ങളെ ബോധപൂർവം ഒഴിവാക്കാനും അതുവഴിയായി ക്രിസ്തു ശിഷ്യന്മാരെന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കാനും സാധിക്കട്ടെ എന്നുള്ളതാണ് ആശംസയും പ്രാർത്ഥനയും. ദൈവം അനുഗ്രഹിക്കട്ടെ.